എന്താണെന്നുള്ളത് അവരെ പറയണേ അതും എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഇതല്ലേ. ബാങ്കിൽ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് ഞാൻ ബാങ്കിൽ. എനിക്ക് ഇഷ്ടമുള്ള ജോലിയില്ല. ഒന്നാമത് മാത്സ് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താഴെ കണക്കായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു B.Ed കഴിഞ്ഞ് എനിക്ക് എന്തായാലും ടീച്ചറായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് കിട്ടിയപ്പോൾ അത് അന്ന് ജോയിൻ ചെയ്തു മാത്രം. ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടി യാത്രകൾ അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലും ഒരുപാട് സപ്പോർട്ട് നമ്മുടെ സീനിയർ മാനേജർമാരുടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും കാരണം ഒരുപാട് കിട്ടിയിരുന്നു. അവർ വളരെ നന്ദിയോടെ തന്നെ പറഞ്ഞു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ചേഞ്ച് വന്നിട്ട് നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്ന പോലെ അപ്പോൾ അവർക്ക് നമ്മുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അത് നമ്മുടെ ലിമിറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവരോട് എപ്പോഴും പറയും. കാരണം നമ്മൾ കൈവിട്ട് കളിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ഒരു ദോഷമായി വരും, എല്ലാവർക്കും ഒരുപാട് വരും. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് മാത്രമല്ല എൻ്റെ മോനും പറയും അമ്മയൊക്കെ ബാങ്കിലായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു ഇത് അവർക്ക് പറയാൻ അവരെപ്പോഴും വലിയ അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ നല്ലത് തന്നെയാണ് അവരും പറയാറ്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടിനും നന്ദി. ഒരുപാട് കാലമായിട്ട് ഇവിടെ നല്ല സർവീസാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടുള്ള പറയുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് 1.5 വർഷമായിട്ടുള്ളത് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടോ എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാൻ വലിയ കാര്യമാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കുറവ് ബ്രാൻഡിനൊക്കെ ഉണ്ട്. എന്തായാലും സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര അയച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. നമുക്ക് ധൈര്യമാണ്. ചില സമയത്ത് മാഡം ലീവാകുമ്പോൾ മാഡം പോകാനുള്ളൊരു ടെൻഷനുണ്ട്. ഇവിടെ കൂടുതൽ വരുന്നത് പാറയായ ആൾക്കാരാണ്. ബുദ്ധിമുട്ടാണ്. എല്ലാവരും ആശംസിക്കും. ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. വീട് വരാം. ഇവിടെ പറയാൻ മുമ്പ് ഈ തുടർ ബാങ്കിൽ റിട്ടയർ ചെയ്യാൻ പറ്റുന്നത് ഒരു വർഷം ഗൾഫിൽ ഇങ്ങനൊരു സംഘടനയുടെ പ്രസിഡന്റാണ്. ഇവിടുത്തെ ബാങ്കിലാണ് ഒരു വർഷം സംഘടനയുടെ പ്രസിഡന്റാണ്. ഒരു വർഷം ഈ തുടർ ബാങ്കിൽ റിട്ടയർ ചെയ്യാൻ പറ്റിയത് ഞങ്ങളിൽ ഇവിടുത്തെ ഈ പള്ളിയിലെ ഒരു മദറുണ്ടായിരുന്നു. ആ മദറിൻ്റെ കൂടി അനുഗ്രഹത്താലാണ് ഞങ്ങളിവിടെ ഇവിടെ കൂട്ടി പോകാൻ പറ്റുന്ന പഞ്ചായത്ത് ഈ അടുത്തുള്ള കുറേ ബാങ്കുകൾ കൂട്ടി പോകുമ്പോൾ ഞങ്ങൾ സംഘടന അതൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇതിന് മുമ്പിൽ ഒരു സമരം ചെയ്തു. ആ സമരത്തിൽ ഉദാഹരണം ചെയ്ത് അന്നത്തെ ഇവിടുത്തെ മദറിൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ ഈ കൂട്ടി പോകാൻ പറ്റുന്ന സാധനം ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റോട് കൂടി നാട്ടുകാരുടെ സഹകരണം സപ്പോർട്ട് കൊണ്ടുകൊണ്ടും അവർക്ക് നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ മാഡത്തിന് ഈ ഇത്തരത്തിൽ പോകാൻ സാധിക്കുന്നത് ഈ സംഘടനയുടെ അഭിവാദ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു മാഡം പോകുന്നത്
നിങ്ങളുടെ ബാങ്കിൻ്റെ ശരിയായ ശമ്പളം വാങ്ങിയിട്ടല്ല. നിങ്ങൾ ഇപ്പോഴും മറ്റ് ബാങ്കുകളിലത്തെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്കിലെ IBI ജീവനക്കാരുടെ ന്യായമായ ശമ്പളം വാങ്ങിക്കാതെയാണ് 2 സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ കണക്കിൽ 10 വർഷം 2012 ശമ്പളം വാങ്ങിച്ചിട്ടാണ് മാഡം പണിയിറങ്ങുന്നത്. സന്തോഷം ആ കാര്യത്തിൽ ഉണ്ടാവില്ല. പിന്നെ കുടുംബം എല്ലാവിധ സപ്പോർട്ടും തരുന്നതുകൊണ്ട് നിറഞ്ഞ് വളരെ അതുകൊണ്ട് ആ ഭാഗം നല്ലതാണ്. ഉത്തരേന്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് സർവീസിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രധാനം. നമുക്ക് എത്രത്തോളം കാലം ജീവിച്ചിരിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നു അത്ര കാലം സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നു. ആശീർവദിക്കുന്നു. വലിയ വിഷയമുണ്ട്. ആ സമയത്തും മേഡം അല്ല ഒരേ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങളോട് ചിരിച്ചു വെപ്പാനും പറഞ്ഞ് ആ കാര്യങ്ങൾ സോൾവ് ആയ ഒരാളെന്നെ ഉള്ളപ്പോൾ അല്ലേ മേഡം? അതെ. അതിന് ശേഷം കണ്ടിട്ടുള്ളത് ആ സമയത്തില്ല. അതിന് ശേഷം വന്നിട്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സമീപിക്കുമ്പോൾ കുറച്ച് നേരം വൈകിയാലും അത് കുറച്ച് നേരത്തെ വന്നാലും അപ്പോൾ അടച്ചു വയ്ക്കില്ല, വെക്കടച്ച് വയ്ക്കില്ല. ഞങ്ങൾക്ക് മാറാൻ വന്ന കാശുകൾക്ക് ഞങ്ങൾ നേരത്തെ കടകളിൽ വരുമ്പോൾ കാശ് മാറാൻ വരും. അവർ ഇല്ലാത്ത കാശ് വരുമ്പോൾ നമുക്കൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ മനസ്സിലാണെങ്കിൽ ഞങ്ങൾക്ക് അതല്ല വലിയ കാര്യം. അതുകൊണ്ട് ആനിമേളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും നേരത്തെ ഞാൻ ഇരിക്കാൻ പറ്റിയിട്ടാണ്. ഇനി ഒരുമിക്കൽ ഇതിൽ എല്ലാവിധ ആശംസകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. 39 വർഷം ബാങ്കില് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് നമ്മൾ ടോട്ടൽ സർവീസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ ഓടിയെത്തി. അപ്പോൾ ഒരു പീരീഡിൽ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഇവർ കയറിയ ബാച്ചിൽ ഒരുവിധം എല്ലാവരും അതിൽ 1-2 പേര് മാത്രമാണ് ഇപ്പോൾ പേരൻസ് ഉള്ളത് ഇന്ന് റിട്ടയർഡ് ആവാൻ വേണ്ടി. ബാക്കിയുള്ളവരൊക്കെ വളർത്തി അവർ ഇതിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു വാക്കിലാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ടിപ്പം ബാങ്ക് മെച്ചപ്പെട്ടേക്കാണെങ്കിൽ അതൊന്നും പറയുന്നില്ല. എന്തായാലും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ 10-40 കൊല്ലമായിട്ട് എനിക്ക് അറിയാതെ ഇതിൻ്റെ അവസ്ഥകൾ കാര്യങ്ങൾ. ഒരു കാലത്ത് നമ്മുടെ ബാങ്കിങ് മേഖല പറയുകയാണെങ്കിൽ ഞാനൊരു പ്രിൻസിപ്പാളായിട്ട് റിട്ടയർഡായിട്ടാണ് പള്ളിക്കുളം പട്ടാമ്പി പാലക്കാട്. ഞാൻ കല്യാണം കഴിക്കുന്ന കാലത്ത് ഒരു അധ്യാപകൻ്റെ ഇരട്ടി സാലറി വെച്ചിട്ടാണ് ബാങ്കിൽ അന്ന് ബാങ്ക് ജോലി എന്ന് പറഞ്ഞാലൊരു ഷുവർ ജോലിയാണ്. അതായത് ഒരു പ്രശ്നമില്ലാതെ വളരെ ഭംഗിയായി കാലത്ത് വരിക. ഞാനൊക്കെ കിട്ടാത്തത് കൊണ്ട് വരാനിട്ടാണ് അത് ബാങ്കിൽ ഇതുപോലെ കിട്ടാത്തത്. ഞങ്ങളെ സംബന്ധിച്ച് മാത്രം കുറേ പേര് ബാങ്കിൽ വർക്ക് ചെയ്തു. കോഴ്സ് ചടായി പോയി. അതുപോലെ കുറേ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ബാങ്കിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതൊരു പൂർണ്ണമായിട്ട് ബിസിനസ് മൈൻഡഡ് ആയിട്ട് മാറിയപ്പോൾ വരുന്ന ഇവരൊന്നും നമ്മൾ എന്താ പറയല്ല, ഇവരോട് ഞാൻ സാലറി ചിലപ്പോൾ അവിടെ വന്നിട്ട് സാലറി വീട്ടിൽ എനിക്ക് സാലറി രജിസ്റ്റർഡ് ആണെങ്കിലും എനിക്ക് വീട്ടിൽ സാലറി പലപ്പോഴും സാലറി ഇപ്പോൾ അവിടെ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ 5 വർഷം ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതിനൊക്കെ ദൈവം രക്ഷപ്പെട്ട് യാതൊരു പ്രശ്നമില്ലാതെ അങ്ങനെ പോയി. ഇവിടെ വന്നിട്ട് തന്നെ പലപ്പോഴും രാത്രിയൊക്കെ ഇവിടെ വന്നിട്ട് 9 മണിക്കൊക്കെ നിങ്ങൾ വരിക. നേരെയുള്ള ദിവസം എന്തൊരു ദിവസമായിട്ട് രാത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാ വെച്ചാൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ നമുക്കറിയില്ല. വീട്ടിലേക്ക് വന്നാൽ പിന്നെ പറയാൻ എന്താ വെച്ചാൽ കുട്ടികളും പാവങ്ങൾ
അപ്പം ഇന്നത്തെ കഴിഞ്ഞിട്ടായിട്ട് പറഞ്ഞാൽ മതി, നമുക്കവിടെ ഒരു കുട്ടിയെ പണിയില്ല എന്ന് ഞങ്ങൾ കണ്ടാൽ വർദ്ധിക്കണ്ടല്ലോ. അപ്പം നേരെ വഴിക്ക് വന്നാലും ഒരു പ്രശ്നമില്ല, വേറൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ അസ്വസ്ഥത. അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വിളിക്കുന്ന ഒരാളാണ് ലക്ഷ്മി. ലക്ഷ്മിനെ ഇടയ്ക്കെങ്കിലും വിട്ടുകൊണ്ടേയിരിക്കും, എന്തായാലും അതായി. ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അസ്വസ്ഥത ചിലപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് വീട്ടിൽ വന്നതിന് ഭയങ്കര അസ്വസ്ഥത. എന്തായാലും ഈ ഗവൺമെൻറ്റിന് സന്തോഷമാണ്. ഇവരൊക്കെ പഴയ ആൾക്കാർ പുതിയ ടീമിങ്ങനെ വരിക, അങ്ങനെ പുതിയ ടീമുകൾ വരുമ്പോൾ അതൊരു ലയിച്ചു പോകാനൊരു പഴയ ആൾക്കാർ നമ്മുടെ സ്കൂളുകളിലായാലും സുഖം അനുഭവിച്ച് ഇങ്ങനെ നടന്ന ആൾക്കാരുണ്ടാവും. അതിൽ പെട്ടവരാണ് ഇവരൊക്കെ സത്യത്തിൽ ആദ്യത്തിൽ. പിന്നീട് അവസാന നിമിഷത്തിലാണ് ഈ ടെൻഷനിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അല്ലാത്തതൊക്കെ സുഖം അനുഭവിച്ച് അഞ്ചിലേക്ക് ക്രോസില്ല, പ്രമോഷൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് സുഖമായിട്ട് അതിനൊക്കെ പോയി. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ കണക്കുകളായിരുന്നു. അപ്പോൾ അത് വളരെ കണക്കുകളാണ്. അവിടെ സഹോദരൻ അച്ഛനാണ് ജർമ്മനിയിലാണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. എല്ലാവരുമായിട്ടും നമ്മുടെ കോൺടാക്ട് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ കോൺടാക്ട് നമുക്ക് കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ വരുന്നതിന് മുന്നേ പരിചയമുള്ളതായിരുന്നു. ഇവിടെ തീർപ്പോഴെല്ലാം എല്ലാം നന്നായിട്ട് സർവീസ് തരാറുണ്ടായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ആകെ ഒരു വർഷമായിട്ട് തോന്നുന്നു. പക്ഷെ ആകെ ഒരു 3-4 തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എപ്പോൾ വരുമ്പോഴും വളരെ സൗമ്യമായിട്ട് നമ്മളെ പല ബ്രാൻഡിലും പലരെയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും വളരെ പ്ലസൻ്റായിരിക്കും, വളരെ ചിരിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ സർവീസിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം വെച്ചാൽ ആ ഒരു ക്വാളിറ്റിയാണ്. കസ്റ്റമർ വന്നാൽ അവരെ കണ്ടാൽ ചോദിക്കാൻ പോകാറ്. പിന്നെ വളരെ നമ്മളിവിടെയാണല്ലോ ഇരിക്കുക. വേറെ ബ്രാൻഡിനെ പോലെ നമ്മൾ കുറേ റൂംസും കാര്യങ്ങളൊന്നും ഇല്ല, ഒറ്റ റൂമാണ്. അപ്പം സർവീസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റിയുള്ള ആ ഒരു സ്ട്രോങ് ഹാൻഡായിട്ട് ഒരു പക്ഷേ വിമലിനും ചൂടൻ ടീമിനും പോകുന്നത്. സോ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എന്തായാലും നമ്മുടെ ആ ഒരു ക്വാളിറ്റി എന്നാലും സീരിയസ്ലി താങ്ക് യു തന്നതിന് താങ്ക് യു. ഇതിന് സപ്പോർട്ട് ചെയ്ത ഫാമിലിക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഓൾ ദ ബെസ്റ്റ് എല്ലാ ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും ഓൾ ദ ബെസ്റ്റ്. എന്നാലും ഈ ആൾക്കാരുകൊണ്ട് ഇത് വിട്ടുപോകുന്നൊന്നും ചിന്തയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ള അറിയാം. സോ അങ്ങനെ ഒഴിവാക്കി പോകുന്നു എല്ലാവരും പ്രോത്സാഹനം പോകുന്നതല്ല. നമ്മുടെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. അതൊക്കെ വീട്ടിലുണ്ടെന്ന് എങ്ങനെ വീട്ടിൽ പോകാറുണ്ട്. എല്ലാത്തിനും
ഓക്കെ കൊടുത്തോളൂ ബൊക്കെന്ന് കാണിക്കൂ. അങ്ങനെയല്ല, നേരെ അതാണ്. ഓക്കെ ഈശോയുടെ തിരുടേമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അവരാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിത്യവും നന്ദി ദൈവമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രത്യേകിച്ച് ഭാവത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭവനാംഗങ്ങളെ സമർപ്പിക്കുന്നതിന്റെ തിരുഹൃദയം പ്രതീക്ഷിക്കുന്ന ഭവനം ശാന്തിയും സമാധാനവും സംരക്ഷണത്താലും നടക്കണം. ഓ